കർത്താവ്, കർമ്മം, ക്രിയ. ഇവിടെ ക്രിയ പ്രതിക്രിയ ആയിരിക്കുകയാണ്. ഒന്നും പുരിയില്ല എനിക്ക്. എനിക്ക് പുരിയുതാ പറയാം. കർത്താവ് ആരാണ് ഇത് ചെയ്തത് എന്നാണ്. പിന്നെ കർമ്മം എന്താണ് ചെയ്തത്. പിന്നെ ക്രിയ, ആ ക്രിയയാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രതിവിധി. ശരി സാർ, മനസ്സിലായോ? മനസ്സിലായി. നിങ്ങളിപ്പോ സ്വന്തം ഭവനത്തിലല്ലല്ലോ താമസിക്കുന്നത്? അല്ല, വാടകയ്ക്കല്ല. വാടകയ്ക്ക് എന്ന് പറയുമ്പോൾ മുകളിലാണോ താഴെയാണോ? ഞങ്ങളൊരു വീടിന്റെ സൈഡിലായിട്ടാണ്, ചായ്പില്. നിങ്ങൾ അവിടെ താമസിക്കുന്ന കാരണം മറ്റു പലർക്കും അത് ഇഷ്ടമല്ല. നിങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി ചെയ്ത കൂടോത്രമാണ് നിങ്ങളുടെ ഭർത്താവിൻ്റെ കയ്യിൽ കിട്ടിയത്. അങ്ങനെ കൂടോത്രം വല്ലതും കിട്ടിയിട്ടുണ്ടോ? കിട്ടി, ഒരു കുപ്പി കിട്ടിയല്ലോ. പട്ടില് പൊതിഞ്ഞൊരു കുപ്പി, അത് താൻ കിടച്ചത്. ആ കുപ്പിയിൽ എന്തുണ്ടായിരുന്നു എന്നുള്ളത് അറിയാമോ? അത് ഒരു നാരങ്ങ ഉണ്ടായിരുന്നു. പിന്നെ സാമി, இந்த பச்சை கோழிமுட்டை இருக்குதுல்ல, அது உடைச்சு ஊத்துன மாதிரி கொழு கொழுன்னு வெள்ளை கலர்ல அதுல மஞ்ச உருண்டுட்டு ஏதோ ஒன்னு இருந்தது. മുളകുണ്ടായിരുന്നോ? മുളകുണ്ടായിരുന്നോ? அது தெரியல. இலை இருந்தது. இலை കറിവേപ്പിലയാ? அது தெரியாது சாமி. സവാള ഉണ്ടായിരുന്നോ? என்ன சாமி இது? சவாளையும் பச்சை மிளகெல்லாம் இருந்து முட்டை பொட்டிச்ச மாதிரி இருந்தா நான் அப்பவே பொட்டி சாப்பிட்டு இருக்குமல்ல சாமി. ഈ കുപ്പി ആർക്കാ കിട്ടിയത്? എന്റെ ഭർത്താവിനാണ്. എന്നാൽ ഇതിന്റെ ദോഷം മുഴുവൻ കിട്ടിയിരിക്കുന്നത് തന്റെ ഭർത്താവിനാ. എന്തെങ്കിലും ഒരു പ്രതിവിധി? പ്രതിവിധിയുണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, തിങ്കളാഴ്ച നല്ല ദിവസമാണ്. ഏത് ശുഭകാര്യവും തിങ്കളാഴ്ച ചെയ്യാൻ പറ്റും. നമുക്ക് തിങ്കളാഴ്ച ഒരു നല്ല പൂജ ചെയ്യാം. ശരി സാർ. പക്ഷേ അതുവരെയും ഈ വെള്ളി, ശനി, ഞായർ 3 ദിവസങ്ങളിൽ നിങ്ങളുടെ ഭർത്താവിനെ ഊണിലും ഉറക്കത്തിലും നിങ്ങൾ പുറകെ നടന്ന് പിന്തുടരണം. ഇല്ലെങ്കിൽ അയാൾ ആരെങ്കിലേക്ക് കൊല്ലും, ചിലപ്പോൾ ആത്മഹത്യ ചെയ്തെന്നും വരും. മാത്രമല്ല അയാൾക്ക് ഭ്രാന്ത് വരെ വന്നേക്കാം. അയ്യോ, എന്നാ പിന്നെ ഇന്നെങ്ങാനും വന്നൊന്ന് ചെയ്തുകൂടെ? അങ്ങനെ പെട്ടെന്ന് വന്ന് ചെയ്യാൻ പറ്റുന്ന പ്രതിവിധി അല്ലേ ഇതിനുള്ളത്. ഈ പൂജയും കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചെയ്യാനുള്ളതാണ്. പിന്നെ ഈ പൂജ കഴിയുന്നത് വരെ നിങ്ങളുടെ ഭർത്താവിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ടോ നിങ്ങളുടെ വന്നതായിട്ടോ അയാൾ അറിയരുത്. ഇത് ചിലവൊക്കെ ഉള്ളതാണ്, അത് നിങ്ങൾ ചെയ്യണം. പരവായില്ല സ്വാമി, എത്ര കാശ് വേണം തരാൻ, അളിയൻ രക്ഷപ്പെടണം, അവളതാ. അപ്പോൾ உங்களுக்கு വേണ്ട രക്ഷ. എനിക്ക് ലക്ഷം വേണം കേട്ട തരുവിയാ? അത് അയ്യോ, ഞങ്ങൾ അത്ര കാശുകാരൊന്നും അല്ല. മോളെ, ഇതിനൊരു 10,000 രൂപയുടെ ചിലവുണ്ട്, അത് നിങ്ങൾ തരണം. 10,000? തിങ്കളാഴ്ച പൂജ ചെയ്യും. 10,000 കൊടുക്കാം சாமி. 10,000 வந்து திங்கக்கிழமை சாமின்னு கூட்டிட்டு போகும்போ தர. இப்போ தட்சிணையா ஒரு 500 ரூபா தர. சரி, பழைய வைங்க சாமி. നീ എന്തോന്ന് നോക്കുന്നത്? അവിടെ ആര്? അവനുണ്ടായിരുന്നു തരാറോടെ. അല്ല, എന്താ നിങ്ങൾക്ക്? നിങ്ങൾ രാവിലെ തുടങ്ങിയാണോ എന്റെ പിന്നാലെ നടക്കുന്നത്? அவன் அங்க நிக்கிறான்னு சொல்ல, அங்க யாரும் காணல. அவன் அவர் சொன்னது யாரே தெரியுமா? பேய். பேய் உடம்புல வரதா பார்த்து எடுத்து விடுது. എന്റെ മോൻ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയാൻ വയ്യല്ല. நைட்ல தூங்காம பாத்துக்கணும். நைட்ல எழுந்திருச்சு என்னது பண்ணுமோ யாருக்கும் தெரியாது.